അസ്സലാമു അലൈക്കും. KMCC സായിഫ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 2025 നോമ്പ് തുറയാണ്. ആ ഒരു കൊച്ചു വ്ളോഗാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും നമ്മുടെ നോമ്പ് തുറ വ്ളോഗിലേക്ക് സ്വാഗതം. സെൻട്രൽ കമ്മിറ്റി ഓരോ ഏരിയകൾക്കും വ്യത്യസ്തമായ ജോലികളാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലഗ ജുനൂബിനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായിഫ് KMCCയുടെ മെഗാ ഇഫ്താർ മേളക്കിന്റെ മുന്നൊരുക്കത്തിലാണ്. മാഷാ അല്ലാഹ് അതിന്റെ പാക്കിംഗ് സെക്ഷനിലാണ്. നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ വളരെ ആവേശത്തിലാണ്. കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് നടക്കുന്നുണ്ട്. പദ്ധതികളൊക്കെ വിജയത്തിലാക്കി തരും. നമ്മുടെ അൻവർ സാഹിബ് ഉണ്ടല്ലേ, ആപ്പിളൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്ന സെക്ഷനിലേക്ക് കൊടുക്കുന്ന രംഗാണ് കാണുന്നത്. നമ്മളെ പ്രിയ സുഹൃത്ത് നമ്മളെ കാരണവരായ മാമലാക്കാൻ്റെ പേരക്കുട്ടികളാണ് രണ്ടാൾ. മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ഓല് പാക്ക് ചെയ്തത് ബോക്സിലേക്ക് എടുത്ത് കൊടുക്കുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നത്. അത് നമ്മൾ അലി സാഹിബ്, അതേപോലെ ഷിയാബാക്ക, മലാക്ക, ജലീൽ, അൻവർ, എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അമിത് ഭായ്, എല്ലാവരും വളരെ ആക്റ്റീവോട് കൂടിയിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടി പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടായിരുന്നു ഓരോ ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഒരുപക്ഷെ നമ്മളെ തായിഫ് അലഗ ജുനൂബ് കമ്മിറ്റിയുടെ പ്രത്യേകത. KMCCൻ്റെ എല്ലാ പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്ത് തീർക്കുന്നതാണ്. ബാവ കണ്ടില്ലേ, ബാവക്ക് വേറെ ലെവലേനു. ബാവ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വൈബാണ് എല്ലാ ഏരിയയിലും. അങ്ങനെ നമ്മൾ അലിയാക്ക കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലിയാക്ക പാക്ക് ചെയ്ത് ഇതാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ വളരെ ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് അടച്ച് വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട് അലിയാക്ക. അപ്പോൾ ഇനി നേരെ നമ്മളെ ഇഫ്താർ മീറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് കാണാം ബാക്കി കാഴ്ച. എല്ലാ ആളുകളും തിരക്കിലാണ്. അവിടെ പായസം വയ്ക്കുകയാണ്. അമീത് ഭായും ടീമും കുറേ ആളുകൾ ഇവിടെ ഗ്രൗണ്ടിൽ മറ്റേ ഇത് നിരത്തിയതിനു ശേഷം അതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളും വെള്ളവും വെക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം സമയം 5-5:30 സാലിയാക്ക അവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട് സൗദികളുമായിട്ട്. ബാക്കി KMCCൻ്റെ നേതാക്കളൊക്കെ അവിടെ ഉണ്ട്. ആ രംഗമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാവ കണ്ടില്ലേ, ബാവ ഇവിടെയും ഫുൾ ആക്റ്റീവാണ്. അങ്ങനെ ഞാനും അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് വെള്ളവും കുപ്പിയൊക്കെ അങ്ങോട്ടോട്ടൊക്കെ വെക്കാൻ സഹായിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളം, ഫ്രൂട്ട്സ്, ജ്യൂസ്, തരി, അതേപോലെ ബിരിയാണി, എല്ലാ സാധനങ്ങളും വെച്ച് റെഡിയാക്കി രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മളെ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സൗദികൾ, എല്ലാ ആളുകളും ഉണ്ട് നമ്മളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാഷാ അല്ലാഹ് എല്ലാം വളരെ ഭംഗിയായി വെച്ച് ആളുകൾ വന്നിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ. ബാക്കി ആളുകൾ വരും. അപ്പോൾ അതുകൊണ്ട് കാണാം നമുക്ക്. അതിൻ്റെ ഇടയിൽ നമ്മൾ തങ്ങൾ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. തങ്ങൾ പറഞ്ഞ പരിപാടി അടിപൊളിയായിട്ട് പരിപാടി കഴിയുന്നതാണത്. അപ്പോൾ ആ ഒരു ഉറപ്പിന്മേൽ നമ്മൾ പരിപാടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ. എല്ലാ ആളുകളും വന്ന് വളരെ അച്ചടക്കത്തോടു കൂടി ഇരിക്കുകയും ആ രംഗം കാണുന്നത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരാളുകൾ പ്രാർത്ഥനയിലും മറ്റാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ വിജയം. ഓരോ ആളുകളുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, അതൊക്കെ ഒരുപാട് പുണ്യം കിട്ടുന്ന കാര്യമാണ്. നോമ്പ് തുറക്കുക എന്നുള്ളത്, നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും അതാണ് നമ്മൾ കണ്ടത്. പള്ളിയാണ് അപ്പുറത്ത്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അതിനിടയിലാണ് ഒരു അറബി ഉണ്ട്, മറ്റേ ചണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുള്ള ഇൻ്റർവ്യൂ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ അമിത് ഭായ്. അങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ മുഹമ്മദ് ആക്ക, കബീർ ആക്ക, മുബഷിർ ഇവരും നമ്മളെ നോമ്പ് തുറക്കെത്തിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ നമ്മളെ KMCCൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ പ്രത്യേകതയാണ്, അവിടെ എങ്ങനെയായിരുന്നു മുൻപ് അതുപോലെ അത്രയും വൃത്തിക്കും നീറ്റാക്കിയിട്ടും അവിടെ ക്ലീൻ ചെയ്യുന്ന രംഗമാണ് കാണുന്നത്. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ ഭക്ഷ്യ അവശിഷ്ടങ്ങളും മറ്റൊക്കെ കീസിലേക്കാക്കി അവിടെ ക്ലീൻ ചെയ്യുന്ന രംഗമാണ്. മാഷാ അല്ലാഹ്, അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവർക്കും ബിഗ് സലൂട്ട്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ നമ്മളിന്ന് തൈഫ് KMCCൻ്റെ സമൂഹ നോമ്പ് തുറയായിരുന്നു. ഗ്രാൻഡ് ഇഫ്താർ എന്നൊക്കെ പറയില്ലേ, അതിന് ആദ്യം നമുക്ക് ഇതിന് ശുക്രാക്കേണ്ട ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന ഈ ഖൈരിയക്ക്. രണ്ടാമത് ഈ സ്ഥലം അപ്രോച്ച് ചെയ്തിരുന്ന നമ്മളെ മൗലവി ഉണ്ട്, അസൻ മൗലവി, അദ്ദേഹത്തിന്. അതുപോലെ ഇവിടെ വളണ്ടിയറായിട്ട് നമ്മൾ ഇന്ന് സേവനം ചെയ്ത കുറേ നമ്മളെ പ്രവർത്തകരുണ്ട്. അവർ നല്ല എന്താ പറഞ്ഞത്, അവരെ കഴിയുന്നേറ്റിലും കൂടുതൽ അവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയായിട്ട് അത് അവസാനിച്ച് ഏകദേശം 1800-2000 ആളുകളുടെ ഒരു നോമ്പുറായിരുന്നു. ഇതിൽ സൗദികൾ ഉണ്ടായിരുന്നു, സൗദി വനിതകളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് തന്നത്. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് പല എന്താ പറയുക അതിന് വേണ്ട സഹായങ്ങൾ തന്നിരുന്നു. അവർക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. അതുപോലെ തന്നെ അവർ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തന്നിട്ടുണ്ട്. അവർക്കും എല്ലാ ഏരിയ കമ്മിറ്റികൾക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. കൂടി എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് വലിയ ഹ്യൂജായിട്ടുള്ള എമൗണ്ട് തന്ന ഇതുണ്ട് ഒരു നോമ്പ് തുറക്ക് വേണ്ടിയിട്ട്. അലബീർ, അതുപോലെ പേര് പറയാൻ താല്പര്യപ്പെടാത്ത ചില ആളുകൾ നല്ല സ്ഥാപനങ്ങളായിട്ട് ഇരിക്കുന്നവരും തന്നിട്ടുണ്ട്. വെള്ളം, അതുപോലെ നമുക്ക് നോമ്പ് തുറക്ക് വേണ്ട പല ഏരിയ കമ്മിറ്റി അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് പാലക നോക്കട്ടെ, അവർ ഫ്രൂട്ട്സായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ഏരിയയിൽ ഭക്ഷണമായിട്ട് തന്നിട്ടുണ്ട്. കാരക്ക, സമൂസ, എല്ലാ ഏരിയ, സിറ്റി ആയിക്കോട്ടെ, അലക ആയിക്കോട്ടെ, അലക ജുനൂബ് ആയിക്കോട്ടെ, അതെ അങ്കരി ആയിക്കോട്ടെ, എല്ലാവരും അവരുടേതായിട്ടുള്ള ചുറ്റുപ ജ്യൂസ് മാഷാ അല്ലാഹ് എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഏതായാലും ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ തൈഫ് സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ
നടത്തണം. അതിന് എല്ലാവരും സഹായം സഹകരണം വേണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇൻഷാ അല്ലാഹ് സെക്രട്ടറി 2 വാക്ക് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ലോകനാഥനെ ആദ്യമായി സ്തുതിക്കുകയാണ്. ഈ ഒരു സംരംഭം തായിഫ് KMCCയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ ടർഫിൽ വെച്ചിട്ടും അടുത്ത സമീപ പ്രദേശങ്ങളിലൊക്കെ വെച്ചിട്ട് ഏകദേശം 1500-2000 ആളുകളൊക്കെ വെച്ച് നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നു. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒട്ടനവധി പേര്, സ്ത്രീകൾ ഉൾപ്പെടെ, സ്വദേശീയ വനിതകളും വിദേശീയ വനിതകളും ഉൾപ്പെടെ ഏകദേശം 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഷവും അതിവിപുലമായി തന്നെ എല്ലാ ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇതിന് ഒരുപാട് സ്ഥാപനങ്ങളെ, അതുമാതിരി തന്നെ KMCCയുടെ പ്രവർത്തകരെ, നേതാക്കളൊക്കെ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളെ പ്രസിഡന്റ് സാഹിബ് പറഞ്ഞ പോലെ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് സ്ഥലം നമുക്ക് ഖൈരിയൻ്റെ ഒരു വകയായിട്ട് വർഷങ്ങളിൽ തരാറുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതാക്കന്മാരൊക്കെ വരലുണ്ട്. അവരൊക്കെ ഒരു നിസ്സീമമായ സേവനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവില്ല. കാരണം ഈ തായിഫിൻ്റെ മണ്ണിൽ KMCC എന്നൊരു പ്രസ്ഥാനത്തിന്, KMCC എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സ്വദേശികളടക്കം സ്നേഹിക്കുന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്ന് കണ്ടത്. കഴിഞ്ഞ വർഷങ്ങളും ഇതേമാതിരി തന്നെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലൊക്കെ ഇതിനും വിപുലമായി തന്നെ നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ KMCCയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. السلام على المرسلين والحمد لله رب العالمين. ഞങ്ങളെ പരിപാടി അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.